നമുക്ക് NDA ക്യാമ്പിലേക്ക് കൂടി ഒന്ന് പോകാം. ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. ഈ പ്രചാരണ കാലയളവിലുടനീളം സ്ഥാനാർത്ഥി പോകുന്നതെല്ലാം അദ്ദേഹത്തിന് പരിചയമുള്ള സ്ഥലങ്ങളിലേക്കാണ്, പ്രത്യേകിച്ച് മലയോര മേഖല, നേരത്തെ അദ്ദേഹം ഉണ്ടായിരുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ പരിചയക്കാരുടെ, ബന്ധുക്കളുടെ, പ്രത്യേകിച്ചും UDF-ഉമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തതായി നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്ന ബേസ് വോട്ടിൽ നിന്ന് മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ NDA BJP മുന്നോട്ട് വയ്ക്കുന്നത്? ദീപക്. സുജയ്, വെരി ഗുഡ് ഈവനിങ്. NDA ക്യാമ്പിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ അന്ന് നവ്യ ഹരിദാസ് നേടിയിട്ടുള്ള 13,555 വോട്ട് എന്നുള്ളതുണ്ട്. ആ കണക്കിലേക്ക് എത്തും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതിന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, നേരത്തെ അതിന് തൊട്ട് മുൻപ് രാഹുൽ ഗാന്ധി മത്സരിച്ച ഘട്ടത്തിൽ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 17,500-ൽ പരം വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത്ര കണ്ട് പരിചിതമായ ഒരു മുഖമല്ല അവതരിപ്പിച്ചത് മണ്ഡലത്തിലേക്ക്. എന്നിട്ട് പോലും 13,500-ൽ പരം വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 8,500-ൽ പരം വോട്ടിന്റെ ഒരു വോട്ടാണ് നേടാൻ സാധിച്ചിരുന്നത്. ആ വോട്ടിന് മുകളിലേക്ക് മാറുകയും അത് 13,500-ലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും വെച്ച് പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ക്രൈസ്തവ മണ്ഡലത്തിൽ അവതരിപ്പിക്കുക വഴി അദ്ദേഹത്തിന്റെ ചില ബന്ധങ്ങൾ അത് കൂടുതൽ തുണയാകും. ഒപ്പം തന്നെ ക്രൈസ്തവ മേഖലയിൽ നിന്ന് ഉള്ള വോട്ടുകൾ, അത് ഏതാണ്ട് 3,000-നും 4,000-നും ഇടയിലുള്ള വോട്ടുകൾ വരും എന്നുള്ള പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. അത്തരത്തിൽ ബൂത്തുകളിൽ നിന്ന് കിട്ടിയ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ മണ്ഡലത്തിൽ കഴിയും എന്നുള്ള പ്രതീക്ഷ ക്യാമ്പിനെ സംബന്ധിച്ച് ഉണ്ട് താനും. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് നേതാക്കളൊക്കെ തന്നെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യമൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പ് ചെയ്ത് വളരെ ഫോക്കസ്ഡായി നേരത്തെ നമ്മൾ പറയുന്നുണ്ട്, ഓരോ ഘട്ടത്തിലും പ്രചരണത്തിന് പോകുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പരിചയമുള്ള, ഒപ്പം തന്നെ NDA ക്യാമ്പിന് അത്ര കണ്ട് പരിചയമുള്ള മേഖലകളിലേക്കാണ് വലിയ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ആ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിലൊരു വോട്ട് ചോർച്ച ഉണ്ടാവുകയാണ് എങ്കിൽ അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. അത് നേതൃത്വത്തിനടക്കം വലിയ തരത്തിൽ ഉത്തരം പറയേണ്ട സാഹചര്യം വരും എന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്തിയത് ഗുണകരമാകുമെന്ന് NDA ക്യാമ്പ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ.